റോഡിലും പൊതുയിടങ്ങളിലുമൊക്കെ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് അലങ്കാര വസ്തുക്കളും വീട്ടുപകരണങ്ങളും നിർമ്മിച്ച് ശ്രദ്ധേയനായ ഒരു കൂലിത്തൊഴിലാളിയുണ്ട് മലപ്പുറം എടപ്പാളിൽ. പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വലിയൊരു സന്ദേശം നൽകിയാണ് മനോഹരൻ ഓരോ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്നത്. ഈ കാണുന്ന പായ, കൊട്ട, വിശറി, തൊപ്പിക്കുട തുടങ്ങിയവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പലരും റോഡിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ കൊണ്ടാണ്. പാഴ്വസ്തുക്കൾ വീട്ടിലെത്തിച്ച് കഴുകി വൃത്തിയാക്കിയാണ് ഓരോ ഐറ്റങ്ങളും തയ്യാറാക്കുന്നത്. വീടിന്റെ മുകളിലാണ് മനോഹരന്റെ പാഴ്വസ്തു സംഭരണവും നിർമ്മാണ കേന്ദ്രവും. ഒരു തെങ്ങുകയറ്റ തൊഴിലാളി എങ്ങനെ ഈ ആശയത്തിലേക്ക് എത്തിയെന്ന സംശയത്തിന് മനോഹരൻ തന്നെ മറുപടി നൽകും. എല്ലാ സ്ഥലത്തും ചെന്നിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കരുത് എന്ന് പറയുമ്പോൾ അവർ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ഇതാണ് കൊട്ട, പൂവട്ടി, മുറം, തൊപ്പിക്കുട, ബാഗ്, ഇങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ടാക്കിയിട്ട് എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ട് ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അവരോട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കണം. 18 വർഷമായി തുടരുന്ന ഈ പ്രവർത്തനം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താ, ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകളുണ്ട് ഓരോന്നും. അതിൻ്റെ വില നമുക്ക് കിട്ടില്ല. ഈ മുറം 400 റുപ്യാണ് ഞാൻ വാങ്ങണത്. ഇതിൻ്റെ ബുദ്ധിമുട്ടിനുള്ള കാശ് കിട്ടിയിട്ടല്ല, ഈ സാധനം വേസ്റ്റ്, അത്രയും വേസ്റ്റ് അവർ കൊണ്ടുപോയി ഉപയോഗിക്കുമല്ലോ എന്നുള്ളതാണ്. അതാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നത്, ഉണ്ടാക്കി വിൽക്കണം എന്നല്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള പ്ലാസ്റ്റിക് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു പായ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗോതമ്പ് കഴുകി ഉണക്കാനും അരി കഴുകി ഉണക്കാനും എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. വീട്ടിലെ നിർമ്മാണം മാത്രമല്ല, വിദ്യാലയങ്ങളിലെത്തി ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. എല്ലാവരോടും മനോഹരന് പറയാൻ ഒന്നേയുള്ളൂ: പ്ലാസ്റ്റിക് മണ്ണിലും വെള്ളത്തിലും എറിയരുത്, അവ കത്തിച്ച് വായു മലിനമാക്കരുത്. നാട്ടുകാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഒന്നും മനോഹരന് മാലിന്യമല്ല. സ്വന്തം പേര് പോലെ അവയെല്ലാം മനോഹരമാക്കുകയാണ്, ഉപയോഗയോഗ്യമാക്കുകയാണ്. ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: പ്രകൃതി സംരക്ഷണം മാത്രം. AV ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.